ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് ഇവരുടെ ബിരിയാണിയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിവിടുത്തെ മട്ടൺ ബിരിയാണിയാണ്. ഏകദേശം 5 ബോൺലെസ് പീസ് മട്ടണാണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ആടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒരു കോഴിയുടെ മുട്ടയും ഉണ്ടായിരുന്നു. പിന്നെ തൈര് സലാഡും ഉണ്ടായിരുന്നു, ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പം തൈര് സലാഡും ആ ഗ്രേവിയെല്ലാം കൂട്ടിക്കുഴച്ച് ബിരിയാണി റൈസിലോട്ട് ഈ മട്ടൻ്റെ പീസ് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് ഞാനങ്ങോട്ട് കഴിച്ച് നോക്കിയേ. തൊടുമ്പം നല്ല ഇളകി ഇളകി ഇങ്ങോട്ട് വരുന്ന നല്ല സോഫ്റ്റ് മട്ടൻ്റെ പീസായിരുന്നു ആ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത്. പിന്നെയും കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് മട്ടൻ ചോപ്സ്. ഇത് നാട്ടുകോഴീൻ്റെ ഒരു സ്പെഷ്യൽ പെപ്പർ മസാലയാണെന്നാണ് പറഞ്ഞത്. ഇതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബിരിയാണിയിൽ ഉണ്ടായിരുന്ന ആ മട്ടൻ്റെ പീസും പിന്നെ ആ മട്ടൻ ചാപ്സും ചിക്കനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് ശേഷം 49 രൂപേൻ്റെ ഒരു മൊയ്റ്റോ കുടിച്ചു, പിന്നെ ഒരു സ്പെഷ്യൽ ബ്രെഡ് ഹൽവയും കഴിച്ചു, പിന്നെ ഒരു ജിഗർദണ്ഡയും കഴിച്ചേ. ജിഗർദണ്ഡ തീരെ പോലെയും. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ചെന്നൈ അണ്ണാനഗർ ശാന്തി കോളനിയിലെ ദിണ്ടിങ്ങൽ തലപ്പാക്കട്ടിയാണ്. അപ്പോൾ